നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അർജുന് നാടിന്റെ യാത്രാമൊഴി. ചരിത്ര സൂക്ഷിപ്പുകളുടെ സംരക്ഷണത്തിന് ശക്തമായ നടപടികൾ വേണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പി.വി. ശങ്കരനാരായണൻ അനുസ്മരണ സമിതി പുരസ്കാരം സഹകാരി NK അബ്ദുറഹിമാന് സമർപ്പിച്ചു. ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് ഗോദീശ്വരം മുതൽ ബേപ്പൂർ വരെ മാലിന്യം ശേഖരിച്ചുകൊണ്ടുള്ള പ്ലോഗിംഗ്. കലുഷിതമായ ലോകത്തിന്റെ രക്ഷയ്ക്കുള്ള മാർഗം പ്രവാചകചര്യയിലേക്ക് മടങ്ങലാണെന്ന് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് നാടിന്റെ യാത്രാമൊഴി. കണ്ണാടിക്കൽ അമരാവതി എന്ന വീടിന് സമീപത്തൊരുക്കിയ ചിതയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. അർജുനെ അവസാനമായി ഒരു നോക്കു കാണാൻ ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും ആളുകളെത്തി. അർജുൻ ഓർമ്മയായി, അണമുറിയാത്ത സങ്കട കാഴ്ചകൾ ബാക്കിയായി. കാണാതായി 72 ദിവസങ്ങൾക്ക് ശേഷം ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തിയ അർജുന്റെ ശരീരഭാഗങ്ങൾ കാർവാർ ആശുപത്രിയിലെ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. കേരള അതിർത്തി വരെ കർണാടക പോലീസിന്റെ അകമ്പടിയോടെ എത്തിച്ച മൃതദേഹം അഴിയൂരിൽ മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. തുടർന്ന് വിലാപയാത്രയായി കണ്ണാടിക്കലെ വീട്ടിലെത്തിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് അർജുനെ കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി വീട്ടിലെത്തിയത്. 75 ദിവസങ്ങളായി അർജുനെ കാത്തിരുന്ന നാട്ടുകാരും മൃതദേഹം അവസാനമായി കണ്ട് വിങ്ങിപ്പൊട്ടി. കരച്ചിലടക്കാൻ കഴിയാതെ ഒരു നാട് മുഴുവനും തേങ്ങി. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, KB ഗണേഷ് കുമാർ, MK രാഘവൻ MP, MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, കാനത്തിൽ ജമീല, AKM അഷറഫ്, KK രമ, KM സച്ചിൻ ദേവ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, P മോഹനൻ, A പ്രദീപ് കുമാർ, ലോറി ഉടമ മനാഫ്, ഈശ്വർ മൽപേ തുടങ്ങിയ പ്രമുഖർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ജീവിതത്തിൽ അർജുനെ അടുത്തറിഞ്ഞവരും മനസ്സാൽ അർജുനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ചവരും ഉൾപ്പെടെ നാനാ മേഖലകളിൽപ്പെട്ടവർ അർജുന് വീരോചിതമായി യാത്രയപ്പ് നൽകി. വൈകാരികമായ നിമിഷങ്ങൾക്കൊടുവിൽ രാവിലെ 12ഓടെ മൃതദേഹം ചിതയിലേക്കെടുത്തു. അർജുന്റെ അനിയൻ അഭിജിത്ത് കർമ്മങ്ങൾക്ക് ശേഷം ചിതയ്ക്ക് തീ കൊളുത്തി. തിരിച്ചറിവായിട്ടില്ലാത്ത മകൻ അയാന്റെ കരച്ചിൽ കണ്ടുനിന്നവരുടെ ഉള്ളുലച്ചു. നാടിനും വീടിനും കണ്ണിലുണ്ണിയായ അർജുന്റെ ദേഹം അഗ്നിയേറ്റുവാങ്ങുന്നതിന് ഒരു നാട് ഒന്നടങ്കം സാക്ഷ്യം വഹിച്ചു. ഒരായുസ് മുഴുവൻ ഓർമ്മിക്കാനുള്ള സ്നേഹവും കരുതലും നൽകിയാണ് അർജുൻ അകന്നുപോയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചരിത്ര സൂക്ഷിപ്പുകളുടെ സംരക്ഷണത്തിന് ശക്തമായ നടപടികൾ വേണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. 2023 കേരള പൊതുരേഖാ ബില്ലുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമങ്ങൾ നടക്കുന്ന വർത്തമാനകാലത്ത് പുരാരേഖകളും പുരാവസ്തുക്കളും സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പുരാവസ്തുക്കളുടെ വലിയ ശേഖരം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവ ശരിയായ രീതിയിൽ ശേഖരിച്ച് സംരക്ഷിക്കാൻ കൂടുതൽ സമഗ്രമായ നടപടികൾ ആവശ്യമാണ്. കേരളത്തിലെ ജനങ്ങൾ പൊതുവെ പ്രബുദ്ധരാണെങ്കിലും പുരാവസ്തു സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വേണ്ടത്ര അവബോധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുരാരേഖ സംരക്ഷണത്തിൽ ചരിത്രപരമായ ദൗത്യമാണ് പുതിയ ബില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ നിയമസഭ നിരവധി കാര്യങ്ങളിൽ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ചതാണ് നിയമസഭ. ഈ പൊതുരേഖ അതുകൂടി നമ്മൾ വിലപ്പെട്ട ചില നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും
അത് നമ്മുടെ നാടിൻ്റെ ഒരു അമൂല്യമായ ശക്തിയായി കഴിയുമെന്നാണ് എൻ്റെ ജീവിതമായ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ശാശ്വത മൂല്യമുള്ള രേഖകൾ 25 വർഷം കഴിയുമ്പോൾ പുരാരേഖ വകുപ്പിന് കൈമാറണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് പുരാരേഖകൾ നശിപ്പിക്കുന്നവർക്കെതിരായ ശിക്ഷാ നടപടികളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. യോഗത്തിൽ സെലക്ട് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കമ്മിറ്റി അംഗങ്ങളും MLA-മാരുമായ M. രാജഗോപാലൻ, കാനത്തിൽ ജമീല, M. വിൻസെന്റ്, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കേരള നിയമസഭ ഡെപ്യൂട്ടി സെക്രട്ടറി ഷീബ വർഗീസ്, ആർക്കൈവ്സ് ഡയറക്ടർ ഇൻചാർജ് പാർവതി, ADMC മുഹമ്മദ് റഫീഖ്, ജില്ലാ ആർക്കൈവിസ്റ്റ് VV രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PV ശങ്കരനാരായണൻ അനുസ്മരണ സമിതി പുരസ്കാരം കാരശ്ശേരി സഹകരണ ബാങ്ക് ചെയർമാൻ NK അബ്ദുറഹിമാന് നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുരസ്കാരം സമർപ്പിച്ചു. മുൻ MLA-യും INTUC ദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്ന PV ശങ്കരനാരായണന്റെ സ്മരണാർത്ഥം അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം കാരശ്ശേരി സഹകരണ ബാങ്ക് ചെയർമാൻ NK അബ്ദുറഹ്മാന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകി. നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളെ നിലനിർത്തിക്കൊണ്ട് വേണം, ചൂഷണമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഇന്നിപ്പോ തൊഴിലാളി രംഗത്ത് വരുന്ന ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ പാർലമെന്റിലും നിയമസഭകളിലും വരുന്ന എല്ലാ തൊഴിൽ നിയമങ്ങളും തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. നമ്മളാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, വ്യവസായ തർക്കപരിഹാര നിയമം, ബോണസ് ആക്ട്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് തുടങ്ങി നൂറുകണക്കിന് ലേബർ ഓറിയന്റഡ് ആയിട്ടുള്ള തൊഴിലാളികളെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി നിയമങ്ങൾ പാർലമെന്റിലും നിയമസഭകളിലും കോൺഗ്രസിന്റെ കാലത്ത് കൊണ്ടുവന്നു. എല്ലാ നിയമവും തൊഴിലാളിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്നത്തെ എല്ലാ തൊഴിൽ നിയമങ്ങളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന തൊഴിൽ നിയമങ്ങളാണ്. അനുസ്മരണ സമിതി പ്രസിഡന്റ് K. പ്രവീൺ കുമാർ ആധ്യക്ഷ്യം വഹിച്ചു. സെക്രട്ടറി M. രാജൻ, K. ബാലനാരായണൻ, MP പത്മനാഭൻ, PM അബ്ദുറഹ്മാൻ, UV ദിനേശ് മണി, നിഷ ശങ്കരനാരായണൻ, ഷെവലിയർ C. ചാക്കുണ്ണി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക വിനോദസഞ്ചാര ദിനാഘോഷത്തോടനുബന്ധിച്ച് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നേതൃത്വത്തിൽ ഗോദീശ്വരം മുതൽ ബേപ്പൂർ വരെ പ്ലോഗിംഗ് ചലഞ്ച് നടത്തി. കടൽത്തീരത്തെ മാലിന്യം ശേഖരിച്ചുകൊണ്ടാണ് ചലഞ്ച് നടത്തിയത്. 178 കിലോ പ്ലാസ്റ്റിക് ശേഖരിച്ചു. വെള്ളിയാഴ്ച ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നേതൃത്വത്തിൽ ഗോദീശ്വരം ബീച്ച് മുതൽ ബേപ്പൂർ ബീച്ച് വരെ ബ്ലോഗിംഗ് ചലഞ്ച് സംഘടിപ്പിച്ചു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS SPC വിദ്യാർത്ഥികളാണ് മാരത്തോണിന്റെ ഭാഗമായത്. ഗോദീശ്വരം ബീച്ച് മുതൽ ബേപ്പൂർ ബീച്ച് വരെ വഴിയരികിലെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചുകൊണ്ടാണ് ബ്ലോഗിംഗ് ചലഞ്ച് സംഘടിപ്പിച്ചത്. ചലഞ്ചിന്റെ ഭാഗമായി മാരത്തോൺ അവസാനിക്കുന്ന ഘട്ടത്തിൽ 178 കിലോ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു. മാരത്തോൺ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ K. രാജീവ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർ K. സുരേഷ് മുഖ്യാതിഥിയായി. പരിപാടിക്ക് DTPC മാനേജർ P. നിഖിൽ ഹരിദാസ്, പാർവതി സജീവ്, നോയൽ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച SPC കേഡറ്റ് മുഹമ്മദ് സയാന് സമാപന പരിപാടിയിൽ വെച്ച് ഉപഹാരം നൽകി. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ TK ഷമീന ഉപഹാര സമർപ്പണം നടത്തി. വൈകിട്ട് ചാലിയം ബീച്ചിൽ ഫാറൂഖ് കോളേജ് NSS വളണ്ടിയർമാർ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ.
നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ. കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഭൂമി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കലുഷിതമായ ലോകത്തിന്റെ രക്ഷയ്ക്കുള്ള മാർഗം പ്രവാചക ചര്യയിലേക്കുള്ള മടങ്ങലാണെന്ന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. മടവൂർ CM മഖാം ഓർഫനേജിലെ മിലാദ് മീറ്റും ദിക്ർ വാർഷികവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലുഷിതമായ ലോകത്തിന്റെ രക്ഷയ്ക്കുള്ള മാർഗം പ്രവാചക ചര്യയിലേക്ക് മടങ്ങലാണെന്ന് പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മടവൂർ CM മഖാം ഓർഫനേജിലെ മീലാദ് മീറ്റും ദിക്ർ വാർഷികവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള അനുസ്മരണ പ്രഭാഷണങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ആ സ്നേഹം ഊട്ടിയുറപ്പിക്കുവാനുള്ള ഒരു വേദിയും അതിനെല്ലാവർക്കും നമുക്ക് പ്രചോദനം നൽകുന്ന യു ഷറഫുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷനായി. മുഹമ്മദ് അലി റഹ്മാനി പുൽവെട്ട മുഖ്യപ്രഭാഷണം നടത്തി. ഫൈസൽ ഫൈസി മടവൂർ സ്വാഗതവും സിദ്ദീഖ് റഹ്മാനി നന്ദിയും പറഞ്ഞു. മൂത്താട്ട് അബ്ദുറഹ്മാൻ മാസ്റ്റർ, സയ്യിദ് ഉനൈസ് റഹ്മാനി, TPC മുഹമ്മദ് കോയ ഫൈസി, ഹാഫിസ് അബൂബക്കർ ഫൈസി, KM മുഹമ്മദ് മാസ്റ്റർ, T അലി മാസ്റ്റർ, AP നാസർ മാസ്റ്റർ, PC റിയാസ് ഖാൻ, VPC ഉബൈദ് വാഫി, മുനീർ പുതുക്കുടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചാലപ്പുറം കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവം ഒക്ടോബർ 3 മുതൽ 13 വരെ നടക്കും. 3-ന് രാവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിക്കും. പ്രത്യേക പൂജകളും കലാസാംസ്കാരിക പരിപാടികളും വിദ്യാരംഭ ചടങ്ങുകളും നടക്കും. ചാലപ്പുറം കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവം ഒക്ടോബർ 3 മുതൽ 13 വരെ നടക്കും. 3-ന് രാവിലെ 11:30 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 1-ന് വൈകിട്ട് 5:30 സരസ്വതി മണ്ഡപത്തിൽ നടക്കുന്ന സാരസ്വതാർച്ചന, അലങ്കാര പൂജ, ആരതി എന്നിവയോടെ പരിപാടികൾക്ക് തുടക്കമാകും. മൂകാംബിക ക്ഷേത്രം മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അകിടകൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുമെന്ന് സംഘാടകരായ ഡോക്ടർ NR മധു, TV ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ MK അനിൽകുമാർ എന്നിവർ അറിയിച്ചു. വിവിധ ദിവസങ്ങളിലായി ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി, കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി, ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി, നടി വിധുബാല, പ്രജ്ഞാപ്രഭാവ് ദേശീയ കോർഡിനേറ്റർ J നന്ദകുമാർ, സീമാ ജാഗരൺ മഞ്ച് ദേശീയ സംരക്ഷക് A ഗോപാലകൃഷ്ണൻ, ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല, എഴുത്തുകാരൻ N നന്ദകിഷോർ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. നടി രചന നാരായണൻകുട്ടിയുടെ നൃത്തം, പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ സംഗീത സദസ്സ്, പ്രണവം ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി, നർത്തക ദമ്പതികളായ അശ്വതി ശ്രീകാന്ത് എന്നിവരുടെ ഭരതനാട്യം, ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത്, ദ്യുതി നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന ലാസ്യലീല തുടങ്ങിയ കലാപരിപാടികൾ വിവിധ ദിവസങ്ങളിലായി അരങ്ങിലെത്തും. വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ചിത്രരചന എന്നിവയിൽ മത്സരങ്ങളും ഉണ്ടാകും. 13-ന് രാവിലെ 7:30 മുതൽ വിദ്യാരംഭവും നൃത്ത ചിത്രകല വിദ്യാരംഭവും നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡോക്ടർ MK മുനീർ MLA ചെയർമാനായ പാരറ്റ് ഗ്രീൻ പബ്ലിക്കേഷൻസ് CH മുഹമ്മദ് കോയ സാഹിത്യ അവാർഡ് ഏർപ്പെടുത്തുന്നു. പ്രഥമ CH മുഹമ്മദ് കോയ പാരറ്റ് ഗ്രീൻ സാഹിത്യ പുരസ്കാരം ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്ക് നൽകും. 1 ലക്ഷം രൂപയും ശില്പവും സ്നേഹ പത്രവും അടങ്ങുന്ന അവാർഡ് ഡിസംബറിൽ കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും.
ആദ്യത്തെ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കാണ്. ബേസ് തന്നല്ലോ, അതുകൊണ്ടാണ് ഈ പേര് പ്രഖ്യാപിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിക്കാണ് പ്രഥമ അവാർഡ്. ശ്രീകുമാരൻ തമ്പിയുടെ സമഗ്ര സംഭാവന, അദ്ദേഹം എല്ലാ രംഗത്തും സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ആളാണ്. ചലച്ചിത്ര നിർമ്മാതാവാണ്, ചലച്ചിത്ര സംവിധായകനാണ്, ചലച്ചിത്ര ഗാനക്കാരെന്നതുപോലെ ചലച്ചിത്ര ഗാനരചയിതാവാണ്. ഒരുപക്ഷെ ഭാസ്കർ മാസ്റ്ററും വയലാറിനും ശേഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ചലച്ചിത്ര ഗാനരചയിതാവാണ്. അങ്ങനെ സമഗ്ര മേഖലയിലും അദ്ദേഹത്തിൻ്റെ സംഭാവന നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രഥമ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ ഡിസംബറിൽ കോഴിക്കോട് വെച്ച് ചെയ്യണമെന്നാണ് പരിപാടി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ പാളയം യൂണിറ്റ് വാർഷിക സമ്മേളനം. യൂണിറ്റിന്റെ നേതാക്കളായി വനിതകൾ എത്തി എന്ന പ്രത്യേകതയുമുണ്ട് ഇത്തവണ. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും യൂണിറ്റ് ആദരിച്ചു. AKPA കോഴിക്കോട് സിറ്റി സൗത്ത് മേഖലയുടെ കീഴിലുള്ള പാളയം യൂണിറ്റിന്റെ 40ാമത് വാർഷിക സമ്മേളനം AKPA ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്നു. മേഖലാ പ്രസിഡന്റ് രജീഷ് PK ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് ദർശൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ സ്വാമി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുഷ്കരൻ, മേഖലാ സെക്രട്ടറി ഷൈജു കുളങ്ങരയിടത്ത്, മേഖലാ ട്രഷറർ ബാബു OC, യൂണിറ്റ് സെക്രട്ടറി വൈശാഖ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട്ട് ആദ്യമായി ഒരു യൂണിറ്റിന്റെ നേതൃസ്ഥാനത്തേക്ക് മുഴുവനും വനിതകളെ തെരഞ്ഞെടുത്തു. ലൗന ജിതേഷ് പ്രസിഡന്റ്, മഞ്ജു സെക്രട്ടറി, ഷെറീന ട്രഷറർ, ശ്രീകുമാരി വൈസ് പ്രസിഡന്റ്, പാർവതി ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. തൈക്കാണ്ടോയിൽ കോഴിക്കോടിനെ പ്രതിനിധാനം ചെയ്ത് ഗോൾഡ് മെഡൽ നേടിയ യൂണിറ്റ് അംഗം ശ്രീജിത്ത് നന്മണ്ടയുടെ മകൾ ശ്രേയ ശ്രീജിത്തിനെയും +2 മുഴുവൻ A+ ലഭിച്ച യൂണിറ്റ് അംഗം പ്രഭാതിന്റെ മകൾ സാന്റീന പ്രഭാതിനെയും യൂണിറ്റ് മെമന്റോ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമനാട്ടുകര യൂണിറ്റ് സംഘടിപ്പിച്ച ആദായനികുതി പഠന ക്ലാസ് ശ്രദ്ധേയമായി. യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമനാട്ടുകര യൂണിറ്റ് ആദായനികുതി വകുപ്പിന്റെ സഹകരണത്തോടെ വ്യാപാരികൾക്കായി സംഘടിപ്പിച്ച പഠന ക്ലാസ് യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമനാട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് PM അജ്മൽ അധ്യക്ഷത വഹിച്ചു. ആദായനികുതി ഓഫീസർ RV രമേശൻ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആദായനികുതി വകുപ്പ് നിയമങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു. അതിന്റെ 8% ഒരു പെർസെന്റീവ് ടാക്സ് എന്ന രീതിയിൽ അണ്ടർ സെക്ഷൻ 44 വഴി അടയ്ക്കുക. അതാണ് അതിൽ ചെയ്യാനുള്ളത്. ലാഭത്തിനാണ്. പക്ഷെ ടേണോവറിന്റെ 8% ലാഭം എന്നുള്ളൊരു കമ്മച്ചരണത്തിനാണ് നടക്കാറുള്ളത്. ഇൻസ്പെക്ടർ M ദീപ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി KK വിനോദ് കുമാർ, റാം മോഹൻ GV, അഭിഷേക് കുമാർ, KK ശിവദാസ്, അസ്ലം പാണ്ഡികശാല, PPA നാസർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മീം കവിയരങ്ങിന്റെ 6ാം എഡിഷൻ സെപ്റ്റംബർ 28-നും 29-നും മർക്കസ് നോളജ് സിറ്റിയിൽ നടക്കും. ഇത്തവണത്തെ ആലിഫ് മീം കവിതാ പുരസ്കാരം PK ഗോപിക്ക് സമ്മാനിക്കും. ചടങ്ങുകൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. 100 കവിതകളുടെ അവതരണത്തോട് പുറമെ നമ്മുടെ മികച്ച മലയാളത്തിലെ ഒരു പ്രവാചക കവിക്കുള്ള മീം കവിത അവാർഡ് നൽകാറുണ്ട്. ഈ വർഷത്തെ
അലിഫ് മീം കവിതാ പുരസ്കാരത്തിന് CK ഗോപിയെയാണ് തിരഞ്ഞെടുത്തത്. കവിയരങ്ങിൽ അലിഫ് ഗ്ലോബൽ സ്കൂൾ ഏർപ്പെടുത്തിയ 25,000 രൂപയും പ്രശസ്തി പത്രവും സമ്മാനിക്കും. അദ്ദേഹം പ്രവാചകനെ കുറിച്ച് എഴുതിയ ദയ എന്ന കവിതയാണ് ഈ വർഷം അവാർഡിന് അർഹമായത്. നമ്മുടെ ജൂറി അംഗങ്ങളായ സച്ചിദാനന്ദൻ, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, പ്രമുഖ സാഹിത്യകാരൻ രാമനുണ്ണി, കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, കവി വീരാൻകുട്ടി എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോടിയേരി ബാലകൃഷ്ണന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോടിയേരി ഓർമ്മ ചിത്രങ്ങൾ ഫോട്ടോഗ്രാഫി പ്രദർശനം നടത്തും. ഒക്ടോബർ 1 മുതൽ 4 ദിവസം ലളിതകല അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് പ്രദർശനം നടക്കുക. മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്യും. സെൽവൻ മേലൂരിന്റെ ഫോട്ടോകളാണ് പ്രദർശിപ്പിക്കുന്നത്. കോടിയേരി എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ മെമ്പറായും പ്രവർത്തിച്ച ആ വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിര്യാണം തലശ്ശേരിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ജനാധിപത്യ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് തീരാത്ത നഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മ ഒതുക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രശസ്ത ചിത്രകാരനും ഫോട്ടോഗ്രാഫറും കൂടിയായ സെൽവൻ മേലൂരിന്റെ കോടിയേരി അനുസ്മരണ ചിത്ര പ്രദർശനം അദ്ദേഹത്തിന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വർഷക്കാലം കൂടെ നടന്ന് ഒപ്പിയെടുത്ത പ്രശസ്ത ഫോട്ടോസ്, അതാണ് ഈ ഒക്ടോബർ 1 മുതൽ 4 ദിവസം ലളിതകല അക്കാദമി ആർട്ട് ഗാലറി പ്രദർശിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർജുന് നാടിന്റെ യാത്രാമൊഴി. ചരിത്ര സൂക്ഷിപ്പുകളുടെ സംരക്ഷണത്തിന് ശക്തമായ നടപടികൾ വേണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. PV ശങ്കരനാരായണൻ അനുസ്മരണ സമിതി പുരസ്കാരം സഹകാരി NK അബ്ദുറഹിമാന് സമർപ്പിച്ചു. ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് ഗോദീശ്വരം മുതൽ ബേപ്പൂർ വരെ മാലിന്യം ശേഖരിച്ചുകൊണ്ടുള്ള പ്ലോഗിംഗ്. കലുഷിതമായ ലോകത്തിന്റെ രക്ഷയ്ക്കുള്ള മാർഗം പ്രവാചകചര്യയിലേക്ക് മടങ്ങലാണെന്ന് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.